ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള വെനസ്ഡേയിൽ ഏതൊക്കെ രീതിയിലുള്ള ട്രേഡ് പഞ്ച് ചെയ്യണം, അതേപോലെ വെനസ്ഡേയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് ലെവൽസ് പറഞ്ഞായിരുന്നു. ആ ലെവൽസ് മാർക്കറ്റ് എന്ന് റെസ്പെക്റ്റ് ചെയ്തോ, നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതിയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തോ എന്നും, അതേപോലെ തന്നെ ഇന്ന് ഞാനെടുത്ത എൻട്രി മോഡലും, ഇന്ന് എനിക്ക് കിട്ടിയ ഒരു എൻട്രി മോഡൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ടെലിഗ്രാമിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽസ് മാർക്കറ്റ് ഇന്ന് റെസ്പെക്റ്റ് ചെയ്തു എന്ന് ജസ്റ്റ് ഫാസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞ 2 ലെവൽസ് ആയിരുന്നു. അപ്സൈഡിലോട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 23,138 എന്ന് പറഞ്ഞ ലെവലും, അതേപോലെ ഡൗൺ സൈഡിലേക്ക് ഞാൻ പറഞ്ഞ ലെവലായിരുന്നു 23,000 എന്ന് പറഞ്ഞ ലെവലും. മാർക്കറ്റ് ഈ ഒരു 2 ഏരിയയ്ക്ക് മിഡിലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ഏരിയയ്ക്കുള്ളിൽ, ഞാൻ ഈ കർസർ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ഇതിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ബ്രേക്ക് ഔട്ട് എന്നും പറയാൻ പറ്റും. അഥവാ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിലോട്ട് വന്ന് ഇവിടെ ട്രാപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മാർക്കറ്റ് ഇന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ്, ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ്, നമ്മൾ എക്സാക്ട്ലി പറഞ്ഞാൽ ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നാലേ നമുക്ക് കറക്റ്റ് ഗ്യാപ്പ് അപ്പ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞൊരു വീഡിയോയിൽ എക്സാക്ട്ലി പറഞ്ഞ ഏരിയയിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 ടൈംസ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എൻട്രി വന്നൊരു ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയ ഗ്യാപ്പ് അപ്പിൽ തുറന്ന് മാർക്കറ്റ്, അതേപോലെ ബയേഴ്സിന് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സെല്ലേഴ്സ് ഫസ്റ്റായിട്ട് ആക്റ്റീവ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു ഏരിയയാണ് സെല്ലേഴ്സ് ഫസ്റ്റായിട്ട് ആക്റ്റീവ് ആയത്. അതേപോലെ ഡൗൺ സൈഡിലോട്ട് വന്നു, അപ്പ് സൈഡിലോട്ട് വീണ്ടും പുഷ് വന്നു. പക്ഷേ ഈ ബയേഴ്സിന് ഈ ഒരു ഏരിയ ടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ഏരിയ ടേക്ക് ചെയ്താലേ ബയേഴ്സ് മാർക്കറ്റിനെ ടേക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഇവിടെ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലോട്ട് വന്നു. പിന്നെയും മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. സോറി ഗൈസ്, ഓക്കെ. മാർക്കറ്റ് പിന്നെയും വന്ന് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് തന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡിലോട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്ന് നമ്മുടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആക്കി. ഞാൻ ഈ ഒരു പുൾ ബാക്കിനെ കറക്റ്റായിട്ട് പറയുന്നില്ല. ഞാൻ എൻട്രി എടുത്ത എക്സാക്റ്റ് പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻട്രി എടുത്ത എക്സാക്റ്റ് പോയിന്റ് ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ ടൈമിൽ തന്നെയാണ്. പക്ഷേ എല്ലാ സമയത്തും ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സമയത്ത് പോയിട്ട് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ടാർഗറ്റുകൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കൺഫർമേഷൻസ് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മോസ്റ്റ്ലി ഇന്ന് നോക്കിയ ഒരു കൺഫർമേഷൻ നമ്മുടെ വോളിയം ആയിരുന്നു. നമ്മൾ ഈ ഒരു ഏരിയയിലെ സമയത്ത് മാർക്കറ്റിൻ്റെ വോളിയം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിക്കേ. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൻ്റെ വോളിയം, അതിനുശേഷം ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ വോളിയം ഇൻക്രീസ് ആയോ ഡിക്രീസ് ആയോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും. വോളിയം ഗ്രാജ്വലി വളരെ കുറച്ചായിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഈ ഒരു ഏരിയയിൽ നിന്ന് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഒരു ട്രേഡ് എടുത്തു. ഞാൻ ഇവിടെ വെച്ച ടാർഗറ്റ് വളരെ വലിയൊരു ടാർഗറ്റ് ആയിരുന്നു. ഞാൻ വെച്ചത് ഞാൻ വെച്ചൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലൂസ് ആയിട്ട് വെച്ചത്. അതേപോലെ തന്നെ ഞാൻ വെച്ച ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവൽ വരെ ആയിരുന്നു. കാരണം ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞത്, മാർക്കറ്റ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, മാർക്കറ്റ് ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തരാം. ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നില്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ഡൗൺ സൈഡിലോട്ട് വരുന്നത് എന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ
നമുക്ക് ട്രയലിംഗ് SL ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ട്രയലിംഗ് SL ഹിറ്റായി. നമ്മൾ ഏകദേശം 1:2 ടാർഗറ്റിൽ ഈ ഒരു ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഏരിയയിലൊക്കെയുള്ള FEGകൾ മാർക്കറ്റ് ഫെയിൽ ആയെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് 0.5 ഡെൽറ്റ വാല്യൂ ഉള്ള പ്രീമിയത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു 60 പോയിൻറ്റ്സ് അടുപ്പിച്ച് 30 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമുക്ക് കിട്ടിയായിരുന്നു. 60 പോയിൻറ്റ്സ് വരെ ആയിരുന്നു ഞാൻ ടാർഗറ്റല്ല ട്രയലിങ്ങിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കിയപ്പോൾ 60 പോയിൻറ്റ്സ് ആയിരുന്നു നമ്മുടെ ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡായിട്ട് നിന്നത്. അതേപോലെ തന്നെ 0.5 ഡെൽറ്റ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 30 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോ ഡിസ്കസ് ചെയ്ത രീതിയിൽ നമ്മൾ ട്രേഡുകൾ പഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നാളത്തേക്കുള്ള ട്രേഡിന് വേണ്ടി ഇവിടെ ലെവൽസ് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം ഈ ലെവൽസ്. നമ്മൾ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ ഇനിയുള്ള വീഡിയോകൾ എടുത്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാ. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്താണ് ഇവിടം ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവലാണ് 23,335 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അതിനുള്ളിൽ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള റിജക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇമാജിൻ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് പിന്നെയും 23,632 എന്ന് പറഞ്ഞ ലെവലിലോട്ട് എത്താനുള്ള നല്ല ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റ് റിജക്ഷൻ ഈ ഒരു ഏരിയയിൽ നിന്നേ കാണിക്കത്തുള്ളൂ. അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സോണായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. 23,339 എന്ന് പറഞ്ഞ ലെവലും അതേപോലെ അപ്പ് സൈഡിൽ 23,400 എന്ന് പറഞ്ഞ ലെവലായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ലെവലിനുള്ളിലാണ് മാർക്കറ്റ് ഇനി ഫസ്റ്റ് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഇനിയും അപ്പ് സൈഡിലോട്ട് പുഷ് ചെയ്യാനായിരിക്കും ചാൻസ്. അപ്പോൾ മാർക്കറ്റ് ഇനി റിജക്ഷൻ കാണിക്കാൻ പോകുന്ന ഏരിയ ഈ ഒരു ഏരിയ ആയിരിക്കും. ഈ ഒരു ഏരിയയും മാർക്കറ്റ് ടേക്ക് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് പിന്നെയും ഈ ഒരു ലെവലിലോട്ട് വരും. ഈ ഒരു ലെവലിന് പിന്നെ റിജക്ഷൻ കാണിക്കാൻ ഈ രണ്ട് ലെവലിനുള്ളിലേ കാണത്തുള്ളൂ. ആ ലെവൽസാണ് 23,633 എന്ന് പറഞ്ഞ ലെവലും അതേപോലെ 23,794 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഇത് രണ്ട് കീപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡാണ് നമുക്ക് പഞ്ചാവുന്നതെങ്കിൽ നമ്മൾ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,135 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രി ആയിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോഴും മാർക്കറ്റ് മനസ്സിലായിട്ടില്ല. മാർക്കറ്റ് ഒരു ബേസ് എടുത്തോ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. മാർക്കറ്റ് ഒരു ഡൗൺ മൂവ് ആവുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. മാർക്കറ്റ് ഇപ്പോൾ ഉള്ള ഏരിയയിൽ നിന്നായിരിക്കുമോ അപ്പ് സൈഡിലോട്ട് പുഷ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഡൗൺ സൈഡിലോട്ട് വീഴുന്നത്, അതോ മാർക്കറ്റ് ഇനിയും കുറച്ചും കൂടി താഴോട്ട് വീണതിന് ശേഷമേ മാർക്കറ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയും താഴോട്ട് വീണതിന് ശേഷമേ പിന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് എടുക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് നമുക്ക് വന്ന ക്യാൻഡിൽ അത്യാവശ്യം നമുക്ക് ഡെയിലി ക്യാൻഡിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് വന്ന ഫോം ചെയ്ത ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. കാരണം അപ്പ് സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഡൗൺ സൈഡിൽ നിന്നും നമ്മൾ ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടൊരു പുഷ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും തന്നെയാണ് ഞാൻ ഈ നാളത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നോർമൽ ഡേയ്സിൽ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യാറില്ല. പക്ഷേ നാളത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ഡെയിലി ക്യാൻഡിലിൻ്റെ ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡെയിലി ക്യാൻഡിലിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പ് സൈഡിലോട്ട് ഈ ഒരു ലെവലിലോട്ട് ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. അതേപോലെ ഡെയിലി ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സസ്റ്റെയിൻ ചെയ്ത് താഴോട്ട് ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഏരിയയിലോട്ട് തരാനായിരിക്കും ചാൻസ് കൂടുതൽ. എല്ലാ ദിവസവും ഞാൻ ഈ ലെവൽസിന് എല്ലാ ദിവസവും പ്രീവിയസ് ക്യാൻഡിലിലെ ഹൈയും ലോയും ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. ഇതേപോലുള്ള ഇൻഡിസിഷൻ കേസസ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾ ക്ലിയർ ആയിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡിൽ എൻട്രി ചെയ്താൽ മതി. അല്ലാതെ ബ്ലൈൻഡായിട്ടൊരു ട്രേഡ് ഇന്ന് ട്രേഡ് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പോയി ട്രേഡുകളിൽ
തലവെച്ച് കൊടുക്കരുത്. അതായിരിക്കും നിങ്ങളെ ഹ്യൂജ് ലോസിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ അല്ല, ഈ ഡേ അല്ല, ഇന്നലത്തേക്ക് ഡേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ട്രയൽ ചെയ്ത് പോകുന്ന ഒരാൾക്ക് വളരെയധികം രീതിയിൽ നല്ല രീതിയിലുള്ളൊരു എൻട്രി കിട്ടിയ ദിവസങ്ങളായിരുന്നു. അതേപോലെ നമ്മൾ ലാസ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് നല്ല ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ബേസ് ഉണ്ടാക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.